guys, welcome to Chinu's Diaries. Chinu's Diaries എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്തെടുക്കാണ്? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ്, ചിക്കൻ പിസ്സ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഞാൻ 3 സ്റ്റെപ്പായിട്ടാണ് പിസ്സ ഉണ്ടാക്കുന്നത്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ്, പിസ്സയുടെ ബേസ് ഉണ്ടാക്കും. സെക്കൻഡ് നമുക്ക് പിസ്സയിലുള്ള സോസ് ഉണ്ടാക്കും. തേർഡ് നമ്മൾ അതിനുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പിസ്സ ബേസിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പിസ്സ ബേസ് ഉണ്ടാക്കണം. പിസ്സ ബേസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിസ്സ ബേസ് ഉണ്ടാക്കാനല്ല, അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 1 hour വെയിറ്റ് ചെയ്യണം. അതൊന്ന് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കത് ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമ്മളിവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലോട്ട് ഒരു 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വാം വാട്ടർ. അധികം തിളപ്പിച്ച വെള്ളമല്ല, എന്നാൽ അത്യാവശ്യം ചൂടുണ്ടാവണം. ഒട്ടും ചൂടുണ്ടാവാതിരിക്കാനും പാടില്ല. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ഒന്ന് ഡിസോൾവ് ആയിട്ട് കിട്ടണം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് ഇത് ഒന്ന് ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് ഈ വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിസ്സ ബേസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനിങ്ങനെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2.5 കപ്പ് മൈദ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഒലീവ് ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഈസ്റ്റ് ഡിസോൾവ് ചെയ്ത് വെച്ചാണത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാനിത് ഈ ഡെസ്കുമ്മേക്ക് മാറ്റാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കുഴയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുഴയ്ക്കുക. അപ്പോൾ കുഴയ്ക്കുന്നതിന് മുമ്പ് കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ കുഴയ്ക്കാനായിട്ട് യൂസ് ചെയ്യണേ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ച് ഇതിനെ ഭയങ്കര സ്മൂത്ത് ആക്കണം കേട്ടോ. മിനിമം 5 മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലേ അത് സോഫ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ടേബിളുമേ അല്ലെങ്കിൽ ഇത് കുഴയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ അതിമേ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ കുഴച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു റൗണ്ട് ഷേപ്പിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഞാനിവിടെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും പറ്റി കൊടുക്കുക. ഇതിലേക്കാണ് നമ്മൾ ആ ഡോ വെക്കാൻ പോണത്. അപ്പോൾ അത് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഇങ്ങനെ പറ്റി കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഡോ ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് നിൽക്കില്ല, കുറച്ച് മതി. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പറ്റി കൊടുക്കുക. ഇനി ഇത് നമ്മളൊരു ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് ഫിലിം വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്ത് വെക്കുക. 1 hour ഇത് വെക്കണം, എന്നാലാണ് ഇതിൻ്റെ നന്നായി വീർത്ത് കിട്ടുള്ളൂ, എന്നാലേ നമ്മുടെ പിസ്സ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1 hour വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് പിസ്സയുടെ മുകളിൽ ടോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. 20 മിനിറ്റ്സ് എങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ സോസും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് കിട്ടും. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തത്.
ഇതിലോട്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാതും മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് 20 മിനിറ്റ് ഒന്ന് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കണം. അപ്പോൾ പിസ്സ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമുക്കിത് മിക്സിയിൽ അടിക്കാനുള്ളതാണ്, അത് കാരണം എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 2 എണ്ണം അത്യാവശ്യം വലുപ്പമുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ഈ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു പകുതി സവാള ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലോട്ട് ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. എല്ലാം മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച മണം, ആ റോസ് സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഈ ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് ഇപ്പോൾ നന്നായി തിക്കായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്, തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കൊരു 3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ബേസിൽ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേസിലും അതുപോലെ തന്നെ ഒറിഗാനോ ഒക്കെയാണ് ഈ സോസിന് ടേസ്റ്റ് കൂട്ടുന്നതും. അതുപോലെ തന്നെ ആ ഒരു പിസ്സ സോസിൻ്റെ ആ ഫ്ലേവേഴ്സൊക്കെ ഇത് ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഫ്ലേവേഴ്സൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്. അതിലത്തെ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയിട്ട് ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒലീവ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നല്ല, നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം, അത്രേ ഉള്ളൂ. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ പിസ്സേൻ്റെ ഡോ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈ കവർ ഒന്നെടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അധികം കുഴയ്ക്കൊന്നും വേണ്ട. ഇത് നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാം. കുറച്ച് മൈദ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ഡോ വെച്ചിട്ട് നമുക്ക് 2 പീസ ഉണ്ടാക്കാം. അപ്പം ഞാനിത് എന്തായാലും 2ആയിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ബേസ് ഉണ്ടാക്കാൻ പോവാണ്. ഞാനിവിടെ ചപ്പാത്തി പരത്തുന്ന കോല് വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് റൗണ്ട് ഷേപ്പിൽ. ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇച്ചിരി ഒലീവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡോ ഞാൻ പരത്തിയിട്ട് ഈ ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി. ഇനി ഇതിന് മുകളിൽ നമ്മൾ ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മുടെ പിസ്സ റെഡിയാക്കാൻ പോവാണ്. ഫൈനൽ സ്റ്റേജ് ആണ്. അപ്പോൾ ഇത് ഒന്ന് ബേക്ക് ചെയ്യണം. അതിന് മുമ്പ് അതിന് മുകളിലൊന്ന് ടോപ്പിംഗ് ചെയ്യണം. അപ്പോൾ ടോപ്പിംഗ് ചെയ്യാൻ ഞാനിവിടെ എടുത്ത് വെച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് 3 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനൽ ആട്ടോ, ഏതെങ്കിലും ഒരു കളറായാലും മതി. പക്ഷേ വീഡിയോയ്ക്ക് ഇത്തിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. പിസ്സ സോസ് റെഡിയാക്കി വെച്ചാണത്. ആവശ്യത്തിന് ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒലീവ്സ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് സവാള ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ചീസ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഇതിന് മുകളിലോട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലോട്ട് ഒലീവ്സ് കട്ട് ചെയ്ത് വെച്ചാണ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ചിക്കൻ ഇതിന് മുകളിലിട്ട് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് ഈ ചീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറവ് വേണമെങ്കിൽ കുറവിടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പിസ്സ ബേക്ക് ആവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. 20 to 25 മിനിറ്റ് ആണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തിട്ട് വരാം. ഇപ്പോൾ പിസ്സ ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പിസ്സ ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം പോയി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ലവ് യു ഓൾ.